ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഗുരുവായൂർ പോകാൻ കേട്ടോ. ഒന്ന് ചേച്ചിയുടെ കുട്ടിയുടെ ചോറൂണാണ്, അപ്പോൾ അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഗുരുവായൂർ എത്തി പ്രാർത്ഥിച്ച് ചോറൊക്കെ കൊടുത്തിട്ടോ. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം നിന്നിട്ടില്ല. എന്നാലും നമ്മളിത് ഉച്ചയായിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ടോ പോയത്. അവിടെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാറ്റും അതുപോലെ നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസാണ് കേട്ടോ ഇത്. ഞാനിത് വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ എടുത്തതാണ്. അതിന് ശേഷം നമ്മൾ ഒരു ഉച്ച ടൈമായപ്പോൾ വേറൊരു അമ്പലത്തിലോട്ടായിട്ട് പോയത്. എനിക്ക് അമ്പലത്തിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല രസമുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. നല്ല പുഴയൊക്കെ ഉണ്ടായിരുന്നു, പുഴയിൽ മീനൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ച ടൈമാണ് അവിടെ എത്തിയപ്പോൾ, അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു അമ്പലത്തിലേക്കാണ് പോയത്. ഇത് ഹനുമാൻ്റെ അമ്പലമാണ് കേട്ടോ. ഫുള്ള് സ്വർണം പൂശിയൊരു അമ്പലമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇതേ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസ് എടുത്തു. ഫുള്ള് മാർബിളൊക്കെ പതിച്ചൊരു അമ്പലമായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി അമ്പലമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു അമ്പലം കാണുന്നത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ പാലക്കാട് ഒരു അമ്പലത്തിൻ്റെ ചോറൂണ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഇതേ ചോറൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മളിത് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഉച്ച ടൈമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അപ്പോൾ നല്ല പാടൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പാലക്കാടത്തെ. ലാസ്റ്റ് നമ്മൾ പോയത് കാടാമ്പുഴ അമ്പലത്തിലേക്കാട്ടോ. ഈവനിങ് ടൈമായിരുന്നു. അവിടുന്ന് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി.